വഖഫ് ഭേദഗതി നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലാതാക്കി മാറ്റരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും തുടർ നടപടികൾ പാടില്ല. വഖഫ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച് നാളെ കോടതിയിൽ വാദം തുടരും. ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. വഖഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ? വഖഫ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ ഭേദഗതിക്ക് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും? ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനമെടുക്കുക? തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കലക്ടറുടെ തീരുമാനം വരും വരെ അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതിന്റെ ന്യായം എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഉന്നയിച്ചു. ഇന്ന് ഇടക്കാല ഉത്തരവിടാൻ സുപ്രീം കോടതി ഒരുങ്ങിയെങ്കിലും നാളെ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവിറക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ 2 മണിക്ക് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കും. സുപ്രീം കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്നും വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് മാത്രമേ കഴിയൂ എന്നും ഹർജികൾ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. 24 ഡൽഹി.